നമസ്കാരം, ഞാൻ ജോസഫ് സണ്ണി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ത്രീകളെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു, സഭ എന്ത് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷനും സ്ത്രീകൾക്കും പ്രത്യേക നിയമങ്ങളുണ്ട് സഭയിൽ. അപ്പോൾ ഇവർക്ക് ഉള്ള പ്രാധാന്യം എന്താണ്? സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം സഭ അനുവദിക്കുന്നില്ല, ബൈബിൾ അനുവദിക്കുന്നില്ല. നമ്മളിവിടെ സ്ത്രീകളെ കുറിച്ച് സഭ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഞാൻ ഇവിടെ കുറച്ച് ബൈബിൾ വചനങ്ങൾ വായിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും, അനുസരിക്കേണ്ടതാണ് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ വചനങ്ങളൊക്കെ സ്ത്രീ ജനങ്ങൾ കേൾക്കുമ്പോൾ പൊതുവെ എന്നോട് വിദ്വേഷമൊന്നും തോന്നരുത്, സഭയോട് വിദ്വേഷമൊന്നും തോന്നരുത്, ക്രിസ്തുവിനോട് വിദ്വേഷമൊന്നും തോന്നരുത്, അപ്പോസ്തലന്മാരോട് വിദ്വേഷമൊന്നും തോന്നരുത്. കാരണം അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളാണ്. ദൈവം എന്ത് പറയുന്നു അത് തന്നെയാണ് അപ്പോസ്തലന്മാരും പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ദൈവിക നിയമങ്ങളാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. 1 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 9-ാം വചനമാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. അതിങ്ങനെയാണ്: അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അപ്പൊ ആദ്യത്തെ ഒരു വചനം നമ്മൾ ഇവിടെ വായിക്കുകയാണ്. എന്താണ്? സ്ത്രീകൾക്ക് എന്താണ്? ലജ്ജാശീലം വേണം. ലജ്ജാശീലത്തോടും പിന്നെ എന്താണ്? സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. അപ്പോൾ സുബോധത്തോടും ലജ്ജാശീലത്തോടുമാണ് എന്താണ്? അലങ്കരിക്കേണ്ടതെന്ന് ഒരു വചനത്തിൽ പറയുന്നു. ഇനി താഴോട്ട് നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 1 തിമോഥെയോസ്. പിന്നെ തലമുടി, പൊന്ന്, മുത്ത്, വിലേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയാണ് എന്താണ്? പുറമേ ഉള്ള നമ്മുടെ ആലങ്കാരികത ഉണ്ട്, എന്നാൽ എന്താണ്? ഇത് അകമേ വരുത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെന്താണെന്നാണ് ഇവിടെ പറയുന്നത്? ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു അലങ്കാരം ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് അണിഞ്ഞൊരുങ്ങുന്നതിലൂടെ അല്ല അലങ്കാരം എന്ന് കർത്താവ് പറയുന്നത്, മറിച്ച് എന്താണ്? സൽപ്രവൃത്തികളെ കൊണ്ടത്രേ എന്നാണ് പറയുന്നത്. ഇനി അധികമായ കട്ടിപ്പെട്ട ഉപദേശങ്ങൾ വരുന്നുണ്ട്, അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യം, 1 തിമോഥെയോസ്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടു കൂടെ പഠിക്കട്ടെ. അപ്പോൾ സ്ത്രീ പഠിക്കട്ടെ എന്ന് എന്താണ്? ഉപദേശമുണ്ട് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ജീവിതത്തിൽ അത് ലേൺ ചെയ്യുന്നതാണ്. എന്നാൽ സ്ത്രീകളോട് എന്താണ്? പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. എന്താണ്? പൂർണ്ണ അനുസരണത്തോടുകൂടെ പഠിക്കുക എന്നത്. ഇപ്പോൾ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയാണ്: മൗനമായി ഇരിപ്പാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഇതുണ്ടോ? പൗലോസ് പറയുന്ന വാക്കുകളാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കുകളാണ്, പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ്. പരിശുദ്ധാത്മാവ് തന്നെ പറയാണ് സ്ത്രീകളോട്, ദൈവം തന്നെ പറയാണ്, യേശു തന്നെ എന്താണ് പറയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പിതാവായ ദൈവം തന്നെ സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. മൗനമായിരിക്കാനല്ലാതെ, മനസ്സിലായോ? മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ, പിടികിട്ടിയോ? ഉപദേശിക്കുവാൻ പാടില്ല. പിന്നെന്താണ്? പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. മനസ്സിലായോ? പുരുഷന്റെ മേൽ അധികാരം നടത്താൻ എന്താണ്? സ്ത്രീകൾക്ക് ആവശ്യമില്ല, സ്ത്രീകൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. നമ്മളത് പഠിക്കണം. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സഭയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കാനുള്ള വാക്കുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ്? അതിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള വെർഷനാണ് നമ്മളിപ്പോൾ വായിച്ചത്. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അടുത്ത വചനത്തിലേക്ക് നമുക്ക് വരാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനം പറയാണ്: വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ഇതാണ് നമ്മൾ പല സ്ത്രീകളും എന്താണ് അനുസരിക്കുന്നില്ല എന്നത് വളരെ കുറ്റകൃത്യമാണെന്ന് അറിഞ്ഞിരിക്കുക ദൈവത്തിന്റെ മുമ്പിൽ, അല്ലെ? നമ്മുടെ സഭകളിലുള്ള കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. അല്ലാതെ നമ്മളിപ്പോ പുറത്തിറങ്ങി നടക്കുന്നതിലും അല്ലെങ്കിൽ സ്കൂളുകളിൽ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ കുറിച്ചുള്ളതല്ല പറയുന്നത്. ഇത് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചർച്ചിലേക്ക് വരുമ്പോൾ
അവിടെ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നമ്മളിവിടെ ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നും തന്നെ പറയുന്നില്ല, അറിഞ്ഞിരിക്കുക. അല്ല, ഇപ്പൊ പലരും അഭിപ്രായപ്പെടാറുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. എന്നാൽ സഭയിൽ അച്ചടക്കം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ നമ്മള് മാനുഷിക നിയമങ്ങൾ സഭയിൽ കടത്താതിരിക്കുക, ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് എന്താണ് മാനുഷിക നിയമങ്ങളൊന്നും കടത്താതിരിക്കുക. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ വചനം അനുസരിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അനുസരിക്കാത്ത പക്ഷം എന്താണ് നമുക്ക് വേറൊന്നും പറയാനില്ല, അത് അവരവരുടെ തീരുമാനമാണ്, അല്ലെ? അവർക്ക് വേണമെങ്കിൽ ഈ വചനത്തെ ലംഘിച്ച് ജീവിക്കാം എന്നറിഞ്ഞിരിക്കുക. ഇതാണ് സത്യം. ഇത് പാലിക്കുന്നവരിലാണ് വിജയം ഉണ്ടാകുക, ഇത് പാലിക്കുന്നവരിലാണ് പരിശുദ്ധാത്മാവ് വരിക എന്നറിഞ്ഞിരിക്കുക. ദൈവിക ഇഷ്ടങ്ങൾക്കും ദൈവിക ഉപദേശങ്ങൾക്കും ദൈവിക സത്യങ്ങൾക്കും എന്താണ് നമ്മൾ വിധേയപ്പെടേണ്ടതാണ്. ഇപ്പൊ ഇവിടെ അടുത്ത വചനം പറയാണ്, ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാൻ അല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. പിടികിട്ടുന്നുണ്ടോ? സ്ത്രീകൾ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് സ്വയമായി അവരിൽ തന്നെ ആയിരിക്കുക, അല്ലാതെ സഭയിൽ ഉപദേശിക്കാൻ പാടില്ല, അല്ലെ? അപ്പൊ ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, അല്ലെ? ഇപ്പൊ പഠിപ്പിക്കുന്നവരുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് ഉപദേശിക്കുക. എന്നാൽ സഭയിലെ കാര്യങ്ങൾ നടത്തുന്നത് ദൈവാത്മാവിൽ നിയോഗിക്കപ്പെട്ട പുരുഷന്മാരാണ് എന്നറിഞ്ഞിരിക്കുക. അല്ലാതെ സ്ത്രീകൾക്ക് സഭയിൽ റോളില്ല. പിടികിട്ടുന്നുണ്ടോ? ഇത് പൗലോസിന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ് എന്നറിഞ്ഞിരിക്കുക. അടുത്തൊരു വചനത്തിലേക്ക് നമുക്ക് വരാം. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 35 വചനം പറയാണ്, അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. മനസ്സിലായോ? അപ്പോ സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് ഉചിതമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ പൗലോസ് പറയാണ് അനുചിതമാണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പോ അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യൻസ് chapter 40 verse 35. And if they will learn anything, let them ask their husband at home, for it is a shame for women to speak in the church. ആണോ? അപ്പോൾ ഇറ്റ് ഈസ് എ ഷെയിം ഫോർ വുമൻ ടു സ്പീക്ക് ഇൻ ദി ചർച്ച് എന്നാണ്. അപ്പോ അത് നമ്മൾ പഠിക്കേണ്ടതാണ്, പാലിക്കേണ്ടതാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത വചനത്തിലേക്ക് വരാം. തീത്തോസിന്റെ പുസ്തകത്തിലേക്ക് വരാം. 2 അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. കണ്ടോ? അപ്പൊ ഇവിടെ പറയുന്നൊരു വചനമുണ്ട്, എന്താണ്? ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. കണ്ടോ? അപ്പൊ ഭർത്താക്കന്മാർക്ക് സ്ത്രീകൾ കീഴ്പ്പെടേണ്ടതാണ്, സഭയിൽ സ്ത്രീകൾ കീഴ്പ്പെടേണ്ടതാണ്. പിടികിട്ടുന്നുണ്ടോ? ഈ കീഴ്പ്പെടുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു മോശം വാക്ക് അല്ല, മറിച്ച് എന്താണ്, അവിടെ അവർക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും നടത്താനില്ല, പ്രത്യേകിച്ച് ഉപദേശങ്ങളൊന്നും കൊടുക്കാനില്ല, പ്രത്യേകിച്ച് എന്താണ് ഈ തലയിൽ കയറുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു സിസ്റ്റം എന്താണ് പുരുഷന്റെ മേൽ നടത്താൻ പാടില്ല. അവർക്ക് അനുവദിച്ചിരിക്കുന്ന ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് ജീവിക്കുക, അല്ലാതെ അധികാരത്തിൽപ്പെടുന്ന പല കാര്യങ്ങളെയും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് പുരുഷന്റെ അധികാരം ദൈവം പുരുഷന് കൊടുത്തിരിക്കുന്നതാണ്. സഭയെ പരിപാലിക്കാനും എന്താണ് സ്ത്രീയെ പരിപാലിക്കാനും ഒക്കെ എന്താണ് ഒരു അധികാരം പുരുഷന് ദൈവം നൽകിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ തലയുടെ മുകളിൽ എന്താണ് സ്ത്രീ കയറാൻ പാടില്ല എന്നറിഞ്ഞിരിക്കുക. സ്ത്രീയുടെ തല പുരുഷനാണ് എന്ന് വചനം പറയുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വചനത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് എന്താണ് സ്ത്രീ വിരോധമാണ് കാണുന്നത്, അല്ലെ? സ്ത്രീ വിരുദ്ധതയാണ് കാണുന്നത്. അതെന്താണ്? സഭയിൽ മാത്രമാണ്, സഭയിൽ കയറണ്ട, സഭയിൽ പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഇവിടെ പറയുന്നത്. മറിച്ച് എന്താണ്,
ഇതുപോലുള്ള അധികാരപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇടപെടും എന്ന് പറയുന്ന കുറെ സ്ത്രീകളുണ്ട്. അവർ പൈശാചികമായി ആണ് പ്രവർത്തിക്കുന്നത് അറിഞ്ഞിരിക്കുക. അപ്പോൾ വെളിവില്ലാത്ത കുറെ അമ്മായിമാരും അമ്മാവന്മാരും ഒക്കെ ഉണ്ട്, അല്ലെ, അമ്മാമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരങ്ങനെ നടന്നോട്ടെ. സൗമ്യതയുള്ള സ്ത്രീകൾ ഇത് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്, വചനത്തെ പരിപാലിക്കേണ്ടതാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വചനത്തിലേക്ക് വരാം. സദൃശവാക്യങ്ങൾ 11 അധ്യായത്തിന്റെ 22 വചനം പറയാണ്, വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ. കേട്ടോ. അപ്പോൾ വിവേകം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പാലിക്കുന്ന ഒരാളാണ് വിവേകമുള്ളത്. അപ്പൊ വിവേകമില്ലാത്ത സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്, പന്നിയുടെ മൂക്കിൽ എന്താണ് പൊന്മൂക്കുത്തി പോലെയാണെന്ന്. കേട്ടോ. അപ്പൊ അത്രത്തോളം അപമാനകരം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് സ്ത്രീകൾക്ക് വിവേകമില്ല എങ്കിൽ. അപ്പൊ ഇങ്ങനെ കുറെ ഭരിക്കുന്ന തരം സ്ത്രീകളുണ്ട്. അവർക്ക് എന്താണ്, അവർ ഈ പന്നികളെക്കാട്ടും കഷ്ടമാണെന്നറിഞ്ഞിരിക്കുക അവരുടെ ജീവിതം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിഞ്ഞു നിർത്തുക, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസർഗം പാടില്ല. അങ്ങനെയുള്ള സഭകളിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ, അല്ലെ, നമ്മൾ ചില സഭകളിലൊക്കെ സ്ത്രീകളാണ് ഭരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സഭയിൽ നിന്ന് നിങ്ങൾ വിട്ടു പോവേണ്ടതാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അവിടെ പിശാചാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പുസ്തകത്തിലേക്ക് വരാം. 1 പത്രോസ് 3 അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. കിട്ടുന്നുണ്ടോ? ഇത് സ്ത്രീജനത്തോടുള്ള വചനമാണ്. അപ്പൊ എന്താണ്, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അപ്പൊ ഭർത്താവിനെ ഭരിക്കാൻ എന്താണ് സ്ത്രീക്ക് അനുവാദമില്ല. ഭർത്താവിന്റെ മുകളിൽ ഭരണം നടത്താൻ സ്ത്രീക്ക് അനുവാദമില്ല. അങ്ങനെ സ്ത്രീ ഭരണം നടത്തി കഴിഞ്ഞാൽ, അധികാരം നടത്തി കഴിഞ്ഞാൽ ആ കുടുംബം നശിച്ചു പോകുമെന്ന് അറിഞ്ഞിരിക്കുക. പിടികിട്ടുന്നുണ്ടോ? പുരുഷന് ക്രിസ്തു അധികാരം കൊടുത്തിരിക്കുന്നു. ആ അധികാരത്തെ ബഹുമാനിക്കേണ്ടതാണ് സ്ത്രീകൾ എന്നറിഞ്ഞിരിക്കുക. അടുത്ത വചനത്തിലേക്ക് വരാം. 3 അധ്യായത്തിന്റെ 2 വാക്യം. വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. അപ്പോൾ പുറമേ ഉള്ള അലങ്കാരത്തിലല്ല എന്താണ് നിങ്ങൾക്ക് ഭംഗി വരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓർണമെന്റ്സോ നല്ല മോടിയുള്ള വസ്ത്രം ധരിക്കേണ്ട എന്നല്ല വചനം പറയുന്നത്. മറിച്ച് എന്താ, അങ്ങനെ ധരിച്ചുകൊള്ളുക, നല്ല ഭംഗിയിലും സൗന്ദര്യത്തിലും നിങ്ങൾ നടന്നുകൊള്ളുക. എന്നാൽ ചില അധികാരങ്ങള് എന്താണ് അങ്ങ് നശിപ്പിച്ചു കളയാൻ പാടില്ല. മനസ്സിലായോ? അത് ഈ സ്ത്രീകൾ എന്താണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തത്, അല്ലെ. ഇത് പറയുന്നത് പത്രോസാണ്. നേരത്തെ പൗലോസ് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിരുന്നു. ഇപ്പൊ പത്രോസാണ് പറയുന്നത്. സഭയുടെ തലവനായ പത്രോസാണ് ഇത് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ പത്രോസ് ഈ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് തന്നെ പൗലോസും പറഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് വചനത്തിലേക്ക് വരാം. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢം മനുഷ്യൻ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? സൗമ്യതയും സാവധാനതയുമുള്ള. അപ്പോ ചില സ്ത്രീകൾക്ക് സൗമ്യതയില്ല, ചില സ്ത്രീകൾക്ക് സാവധാനതയില്ല, അല്ലെ. ഭയങ്കര ബഹളി പിടിച്ച് നടക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ എന്താണ് മോശം സ്ത്രീകളായിട്ടാണ് വചനം പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സാവധാനത വേണം, സൗമ്യത വേണം. അധികാരങ്ങളൊന്നും സഭയിലും പറഞ്ഞിട്ടില്ല, പുരുഷന്റെ മേലും പറഞ്ഞിട്ടില്ല. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുവദനീയമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്നിട്ട് അടുത്ത വചനത്തിലേക്ക് നമുക്ക് വരാം. 1 പത്രോസ് 3 അധ്യായത്തിന്റെ 7 വാക്യം. സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. അപ്പൊ ഇത് കണ്ടോ, ബഹുമാനം കൊടുക്കുക എന്ന് എന്താണ് കർത്താവിന്റെ ഉപദേശമുണ്ട്, പത്രോസിന്റെ ഉപദേശം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ബഹുമാനിക്കണ്ട എന്നല്ല നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. മറിച്ച് എന്താണ്, നിങ്ങൾക്ക് അധികാരങ്ങളെ ഇല്ല എന്നറിഞ്ഞിരിക്കുക, അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു നല്ല ഉദ്യോഗസ്ഥരാകാം, വലിയ വലിയ എന്താണ് ലോകത്തിലെ അധികാരങ്ങളെ കീഴടക്കാം. എന്നാൽ സഭയിൽ സ്ത്രീകൾക്ക് ഒരു അധികാരവും പറഞ്ഞിട്ടില്ല എന്നറിഞ്ഞിരിക്കുക. ക്രിസ്തീയ സഭയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ, മനസ്സിലായോ? ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. നിങ്ങൾക്ക് ആരാധിക്കാം, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സഭയിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ അധികാരപരമായോ ഉപദേശിക്കുവാനോ നിങ്ങൾക്ക് അനുവാദമില്ലെന്ന് അറിഞ്ഞിരിക്കുക. ഇത് ദൈവിക സത്യങ്ങൾ തന്നെയാണ്, ഇത് ബൈബിൾ വചനം തന്നെയാണ്. ഇതിവിടെ റെഫറൻസോട് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറെ ദൈവികമായ അറിവുകൾ ലഭിക്കേണ്ടതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.